പൂവച്ചൽ അയണിമൂട് ഭൂതത്താൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഗേറ്റും ചുടിച്ചട്ടികളും തകർത്ത നിലയിൽ. പൂവച്ചൽ അയണിമൂട് ഭൂതത്താൻ ദേവസ്വം ബോർഡ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഗേറ്റും ചുടിച്ചട്ടികളും തകർത്ത നിലയിൽ. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് സംഭവം. രാവിലെ 5 മണിയോടെ പൂജയ്ക്കെത്തിയ തന്ത്രിയാണ് ഗേറ്റിന്റെ അടിഭാഗം തകർന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പരാതി നൽകി. പൂവച്ചൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഗേറ്റും പൂച്ചട്ടിയും തകർത്തത് പൂവച്ചൽ പുളിങ്കോട് സ്വദേശി വിനോദ് എന്ന കുട്ടനാണെന്ന് തിരിച്ചറിഞ്ഞു. കഞ്ചാവിനും ലഹരിക്കും അടിമയുമാണ് ഇയാൾ. പൂവച്ചലിന്റെ പേര് വരാൻ കാരണമായ പൂവച്ചൽ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ചുമടുതാങ്ങി കിണർ എന്നിവയും പുനർനിർമ്മാണം നടത്തി പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 6 മാസത്തിന് മുന്നേ സമാനമായി ഇയാൾ ചെടിച്ചട്ടികളും മറ്റും നശിപ്പിച്ചിരുന്നു. ഇതാരും പരാതി നൽകാൻ പോയിരുന്നില്ല. രണ്ടാമതും ഇങ്ങനെ ഉണ്ടായപ്പോഴാണ് ക്ഷേത്ര ഉപദേശക സമിതി പോലീസിന് പരാതി നൽകിയത്. 5 വർഷത്തിന് മുന്നേ ഇയാൾ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലും കയറി ആക്രമണം നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഇവിടെ നടക്കുകയുണ്ടായി. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിരുന്ന 2 ചെടിച്ചട്ടികൾ ആരോ റോഡിൽ എറിഞ്ഞു പൊട്ടിക്കുകയും ക്ഷേത്ര ഗേറ്റിനെ ശക്തമായി തള്ളി തുറക്കാൻ ശ്രമിച്ച് കേടുപാടുകളുണ്ടാക്കി. ഇന്ന് രാവിലെയാണ് ക്ഷേത്ര മേൽശാന്തി എന്നെ വിളിച്ചറിയിച്ചത്. അതിന് പ്രകാരം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് ഭാഗികമായി തകർന്നിരിക്കുകയും 2 ചെടിച്ചട്ടികളും നശിപ്പിച്ച രീതിയിൽ കാണുകയുണ്ടായി. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായി കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ പൂവച്ചലിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള ഒരു പൈതൃക ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ ഭംഗിയായി ഈ അമ്പലം ജംഗ്ഷൻ വിപുലീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ അതിക്രമം കാണിച്ചത് എന്തുകൊണ്ടും ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. എന്തായാലും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന്